1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81
82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100. Colors. നിറങ്ങൾ. നിറങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. Red, ചുവപ്പ്, green, പച്ച, yellow, മഞ്ഞ, blue, നീല, black, കറുപ്പ്, violet, തവിട്ട്, pink, പിങ്ക്, purple, ഊത, orange, ഓറഞ്ച്, white. വെള്ള. Common sentences. പൊതുവായ അഭിവാദനങ്ങൾ. ഗുഡ് ബൈ. താങ്കൾക്ക് സുഖമാണോ? എനിക്ക് സുഖമാണ്. താങ്കൾക്ക് നന്ദി. സ്വാഗതം. ക്ഷമിക്കണം. ഞാൻ ദുഃഖിക്കുന്നു. ദയവായി. പ്രശ്നമില്ല. ആരോഗ്യം ശ്രദ്ധിക്കൂ. ജന്മദിനാശംസകൾ. പുതുവത്സരാശംസകൾ. ഞാൻ അകത്ത് വരട്ടെ? സ്വാഗതം. തീർച്ചയായും. Week. ആഴ്ച. Sunday, ഞായർ, Monday, തിങ്കൾ, Tuesday, ചൊവ്വ, Wednesday, ബുധൻ, Thursday, വ്യാഴം, Friday, വെള്ളി, Saturday. ശനി. Fortnight, 14 ദിവസം. month, മാസം, year. വർഷം. General words. സാധാരണ വാക്കുകൾ. Hello, ഹലോ, house, വീട്, water. വെള്ളം. Yes, അതെ, no, ഇല്ല, less, കുറച്ച്, more, കൂടുതൽ, some, കുറച്ച്, early, നേരത്തെ, food, ഭക്ഷണം, stop, നിൽക്ക്, value, വിലമതിപ്പ്, time, സമയം, shop, കട, market, കമ്പോളം, watch, വാച്ച്, lock, പൂട്ട്, key,
താക്കോൽ, table, മേശ, chair, കസേര, morning, രാവിലെ, evening, വൈകുന്നേരം, night, രാത്രി, day, പകൽ, today, ഇന്ന്, yesterday, ഇന്നലെ, tomorrow, നാളെ, day before yesterday, മിനിഞ്ഞാന്ന്, mother, അമ്മ, father, അച്ഛൻ, God, ദൈവം, flower, പൂ, prayer, പ്രാർത്ഥന, song, പാട്ട്, love, സ്നേഹം, sky, ആകാശം, sun, സൂര്യൻ, earth, ഭൂമി, moon, ചന്ദ്രൻ, planets, ഗ്രഹങ്ങൾ, sea, കടൽ, forest, കാട്, river, പുഴ, rain, മഴ, sunshine, സൂര്യപ്രകാശം, air, വായു, storm, കൊടുങ്കാറ്റ്, thunder, ഇടി, summer, വേനൽ, winter, ശിശിരം, accident, അപകടം, accurate, കൃത്യമായ, admiration, ആരാധന, aerodrome, വിമാനത്താവളം, age, വയസ്സ്, air, വായു, application, അപേക്ഷ, area, പ്രദേശം, bad, ചീത്ത, bath, കുളി, behavior, സ്വഭാവം, bell, മണി, big, വലിയത്, birthday, പിറന്നാൾ, boat, പടക്, bridge, പാലം, broad, വിശാലമായ, center, മധ്യം, cheap, വില കുറഞ്ഞത്, city, പട്ടണം, class, ക്ലാസ്, clear, വ്യക്തമായ, clever, ബുദ്ധിശാലി, close, അടുത്ത്, cold, തണുപ്പ്, comfort, സൗകര്യം, complain, പരാതി, committee, കമ്മിറ്റി, community, സമുദായം, congratulation, അനുമോദനം, correct, ശരി, costly, വില കൂടിയത്, cough, ചുമ, country, രാജ്യം, court, കോടതി, dance, നൃത്തം, date, തീയതി, day, ദിവസം, defective, കേടായത്, difficulty, കഷ്ടം, direct, നേരെ, dirty, അഴുക്ക്, dry, ഉണങ്ങിയത്, east, കിഴക്ക്, easy, എളുപ്പം, education, വിദ്യാഭ്യാസം, empty,
ഒഴിഞ്ഞത്, entire, മുഴുവനും, entertainment, വിനോദം, enquiry, അന്വേഷണം, exhibition, പ്രദർശനം, fair, യാത്രക്കൂലി, form, ഫോം, fat, കൊഴുപ്പ്, fatigue, തളർച്ച, favor, സഹായം, feast, സദ്യ, fever, പനി, fine, നല്ലത്, final, ഒടുവിലത്തേത്, flag, കൊടി, fog, മൂടൽ മഞ്ഞ്, foolish, വിഡ്ഢിത്തം, foreigner, വിദേശി, forest, കാട്, free, സൗജന്യം, fresh, പുതിയത്, fun, തമാശ, gift, സമ്മാനം, great, മികച്ചത്, good, നല്ലത്, health, ആരോഗ്യം, heavy, ഭാരമുള്ളത്, help, സഹായം, high, ഉയർന്നത്, higher, വാടകയ്ക്ക്, hobby, വിനോദം, holiday, ഒഴിവ് ദിവസം, hot, ചൂട്, hunger, വിശപ്പ്, hurt, മുറിവ്, information, വിവരങ്ങൾ, intelligent, ബുദ്ധിശാലി, introduction, അവതാരിക, joke, ഫലിതം, journey, യാത്ര, lane, തെരുവ്, language, ഭാഷ, large, വലിയത്, last, അവസാനത്തേത്, leave, ഉപേക്ഷിക്കുക, less, കുറച്ച്, lie, നുണ, marriage, വിവാഹം, message, സന്ദേശം, memory, ഓർമ്മ, mistake, തെറ്റ്, mountain, മല, music, സംഗീതം, new, പുതിയത്, news, വാർത്ത, north, വടക്ക്, old, പഴയത്, open, തുറക്കുക, opposite, വിപരീതം, pain, വേദന, place, സ്ഥലം, pity, ദയ, pleasure, സന്തോഷം, pool, കുളം, praise, സ്തുതി, prayer, പ്രാർത്ഥന, present, ഇപ്പോഴുള്ള, price, വില, quarrel, വഴക്ക്, regret, മനസ്താപം, religion, മതം, rent, വാടക, repair, അറ്റകുറ്റം, reply, മറുപടി, request, അപേക്ഷ, rest, വിശ്രമം, rich, പണക്കാരൻ, ripe, പഴുത്ത, sharp,
കൂർമ്മയായ, ship, കപ്പൽ, society, സമൂഹം, sorry, സഹതാപം, south, തെക്ക്, speech, പ്രസംഗം, tall, വലിയ, temple, അമ്പലം, thanks, നന്ദി, thief, കള്ളൻ, thirst, ദാഹം, town, നഗരം, translation, പരിഭാഷ, travel, യാത്ര, trouble, പ്രശ്നം, truth, സത്യം, value, വിലമതിപ്പ്, village, ഗ്രാമം, visitor, സന്ദർശകൻ, wash, കഴുകൽ, week, ആഴ്ച, wealth, ധനം, weight, ഭാരം, west, പടിഞ്ഞാറ്, wind, കാറ്റ്, wheel, ചക്രം, world, ലോകം, worship, ആരാധന, year, വർഷം, young, ചെറുപ്പം, zoo, മൃഗശാല, eye, കണ്ണ്, thumb, തള്ളവിരൽ, lip, ചുണ്ട്, waist, അര, shoulder, തോൾ, wrist, കണങ്കൈ, heel, മടമ്പ്, neck, കഴുത്ത്, ear, കാത്, throat, തൊണ്ട, cheeks, കവിൾത്തടം, lap, മടി, knee, കാൽമുട്ട്, skin, ചർമ്മം, face, മുഖം, tongue, നാവ്, leg, കാല്, tooth, പല്ല്, brain, തലച്ചോറ്, nose, മൂക്ക്, mouth, വായ, blood, രക്തം, fruits, പഴങ്ങൾ, mango, മാങ്ങ, banana, വാഴപ്പഴം, apple, ആപ്പിൾ, pomegranate, മാതളപ്പഴം, pineapple, കൈതച്ചക്ക, guava, പേരയ്ക്ക, grapes, മുന്തിരിങ്ങ, peach, പീച്ച്, fig, അത്തിപ്പഴം, sugarcane, കരിമ്പ്, jackfruit, ചക്ക, date, കാരയ്ക്ക, muskmelon, കുമ്പളങ്ങ, melon, തണ്ണീർമത്തൻ, orange, ഓറഞ്ച്, coconut, തേങ്ങ, papaya, പപ്പായ, musambi, മൂസമ്പി, lychee, ലിച്ചി, Vegetables
ginger, ഇഞ്ചി, potato, ഉരുളക്കിഴങ്ങ്, cucumber, വെള്ളരിക്ക, pumpkin, മത്തങ്ങ, bitter gourd, കൈപ്പയ്ക്ക, lemon, നാരങ്ങ, beetroot, ബീറ്റ്റൂട്ട്, coriander, കൊത്തമല്ലി, beans, ബീൻസ്, cabbage, ക്യാബേജ്, cauliflower, കോളിഫ്ലവർ, mint, പുതിന, spinach, ചീര, onion, ഉള്ളി, brinjal, വഴുതനങ്ങ, corn, ധാന്യം, lady's finger, വെണ്ടയ്ക്ക, pea, പട്ടാണി, radish, മുള്ളങ്കി, chili. മുളക്. How to address different people. വെവ്വേറെ ആൾക്കാരെ എങ്ങനെ വിളിക്കാം? In this lesson, we will teach you how to address yourself and how to address the other person with whom you are talking. You will also learn how to mention in your conversation a person other than the two of you, how to address a group including yourself and excluding yourself. Addressing yourself, I. സ്വയം സംബോധന, ഞാൻ. Addressing the other person in one-to-one communication, you. നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അവരെ വിളിക്കുന്നത്? നിങ്ങൾ. Addressing a third person other than the two of you, he or she. നിങ്ങൾ രണ്ടുപേർ മാത്രമല്ലാത്ത മറ്റൊരാളെക്കുറിച്ച് പറയുന്നത് അവൻ, അവൾ. Addressing a group that includes the two of you, we. നിങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സംഘത്തെക്കുറിച്ച് പറയുന്നത് നാം. Addressing a group excluding the two of you, they. നിങ്ങൾ രണ്ടുപേരും ഉൾപ്പെടാത്ത ഒരു സംഘത്തെക്കുറിച്ച് പറയുന്നത് അവർ. Let us now look at some examples. ഈ ഉദാഹരണങ്ങൾ നോക്കാം. I work in a bank. ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. You are clever. നിങ്ങൾ ബുദ്ധിമാനാണ്. He or she is standing. അവൻ നിൽക്കുന്നു. അവൾ നിൽക്കുന്നു. We are going. ഞങ്ങൾ പോവുകയാണ്. They play. അവർ കളിക്കുന്നു. Possessive words. These words denote the possession of the person or persons. We use possessive words to speak about something belonging to a person at a particular time. ഈ വാക്കുകൾ ഒരു വ്യക്തിയുടെയോ വ്യക്തികളുടെയോ നിലപാടിനെ കാണിക്കുന്നു. ഒരു നിശ്ചിത സമയം ഒരു വ്യക്തിക്കുണ്ടായിരുന്ന എന്തിനെക്കുറിച്ചെങ്കിലും പറയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. My. എന്റെ, Yours. നിങ്ങളുടെ, His or hers. അവന്റെ, അവളുടെ, Ours. ഞങ്ങളുടെ, Theirs. അവരുടെ. To understand this, let us look at the following examples. ഇത് മനസ്സിലാക്കാൻ ഏതാനും ഉദാഹരണങ്ങൾ നോക്കാം. My name is Garima. എന്റെ പേര് ഗരീമ. This pen is yours. ഇത് നിങ്ങളുടെ പേനയാണ്.
This is her house. ഇത് അവളുടെ വീടാണ്. This is his bicycle. ഇത് അവന്റെ സൈക്കിളാണ്. Chennai is our city. ചെന്നൈയാണ് ഞങ്ങളുടെ പട്ടണം. Their house is too far. അവരുടെ വീട് കുറേ ദൂരെയാണ്. How to address while giving or taking something. എന്തെങ്കിലും വാങ്ങുമ്പോഴോ കൊടുക്കുമ്പോഴോ എങ്ങനെയാണ് പറയേണ്ടത്? Give to. കൊടുക്കൂ. To me. എനിക്ക്. To him or to her. അവന് അവൾക്ക്. To us. ഞങ്ങൾക്ക്. To them. അവർക്ക്. Take from. എടുക്കൂ. From me. എന്റെ അടുത്ത് നിന്ന്. From him or her. അവന്റെ അടുത്ത് നിന്ന്. അവളുടെ അടുത്ത് നിന്ന്. From us. ഞങ്ങളുടെ അടുത്ത് നിന്ന്. From them. അവരുടെ അടുത്ത് നിന്ന്. To clarify this, let us look at some examples. ഇത് വ്യക്തമാക്കുന്ന ചില ഉദാഹരണങ്ങൾ നോക്കാം. Give that pen to me. ആ പേന എനിക്ക് തരൂ. Give this file to him. ഈ ഫയൽ അവന് കൊടുക്കൂ. Give this to her. ഇത് അവൾക്ക് കൊടുക്കൂ. Give us tea. ഞങ്ങൾക്ക് ചായ തരൂ. Give them coffee. അവർക്ക് കാപ്പി കൊടുക്കൂ. Take the file from her. ആ ഫയൽ അവളുടെ പക്കൽ നിന്ന് വാങ്ങിക്കൂ. Take some medicine from me. എന്റെ അടുത്ത് നിന്ന് മരുന്ന് വാങ്ങിക്കൂ. Take a book from him. അവന്റെ അടുത്ത് നിന്ന് പുസ്തകം വാങ്ങിക്കൂ. Take advice from them. അവരുടെ അടുത്ത് നിന്ന് ഉപദേശം കേൾക്കൂ. Take the bonus from us. ഞങ്ങളുടെ പക്കൽ നിന്ന് ബോണസ് വാങ്ങിക്കൂ. One-word sentences. ഒറ്റ വാക്കുകൊണ്ടുള്ള വാചകങ്ങൾ. In this lesson, we shall learn how to convey messages with the help of a single word. This is applicable when two persons are talking with one another. This communication is useful for either giving an order or for making a request. ഒറ്റ വാക്കുകൊണ്ട് എങ്ങനെയാണ് സന്ദേശം അവതരിപ്പിക്കുക എന്ന് ഈ പാഠത്തിൽ പഠിക്കാം. രണ്ട് പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം. ഈ വാർത്താവിനിമയം ആജ്ഞ നൽകുമ്പോഴോ അപേക്ഷിക്കുമ്പോഴോ ഉപയോഗിക്കാവുന്നതാണ്. ഉ എന്ന പ്രത്യയത്തിന് പകരം പ്രധാന ക്രിയാപദത്തിൽ ലു അഥവാ ഉ എന്ന് ചേർക്കണം. ലു എന്നത് ബഹുമാനത്തെ കാണിക്കുന്നു. ഉ എന്നത് സാധാരണയാണ്. To understand this, look at some examples. ചില ഉദാഹരണങ്ങൾ. Take. എടുക്കൂ. Give. കൊടുക്കൂ. Do. ചെയ്യൂ. Speak. പറയൂ. Send. അയക്കൂ. See. നോക്കൂ. Now do some exercises. ഇനി കുറച്ച് പരിശീലിക്കാം. If we want to make big sentences using these words, you can add another set of words keeping the last word unchanged. ഈ വാക്കുകൾ കൊണ്ട് വാചകങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അവസാനത്തെ വാക്ക് മാറ്റാതെ വേറെ ഒരു സെറ്റ് വാക്കുകൾ ഇതിനോട് കൂടി ചേർക്കാം. Hear. കേൾക്കുക. Keep. വയ്ക്കുക. Sit. ഇരിക്കുക. Drink. കുടിക്കുക. Sleep. ഉറങ്ങുക. Beat. അടിക്കുക. Add. ചേർക്കുക. Go. പോവുക. Show. കാണിക്കുക. Make. ഉണ്ടാക്കുക.
The following illustrations will clarify this further. ഈ ഉദാഹരണങ്ങൾ കൂടുതൽ വ്യക്തമാക്കും. Give me a cup of coffee. എനിക്ക് ഒരു കപ്പ് കാപ്പി തരൂ. You write a letter. നിങ്ങൾ ഒരു കത്തെഴുതൂ. New words list. പുതിയ വാക്കുകൾ. Beat. അടിക്കുക. Add. ചേർക്കുക. Bring. കൊണ്ടുവരിക. Ring. മോതിരം. Arrange. ഒരുക്കുക. Present tense. വർത്തമാനകാലം. This refers to those words and actions that we normally express or enact on any given day. Let's now see a few examples. നമുക്ക് കൊണ്ട് ആരംഭിക്കാം. ഇത് നമ്മുടെ ദൈനംദിന ജോലികൾക്ക് അഥവാ ദിനചര്യകൾക്ക് ഉപയോഗിക്കാം. വാക്യങ്ങൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ വരുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന ക്രിയാപദം ആണ്. ഇനി പ്രധാന ക്രിയാപദമായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. Let us look at the following examples. ഈ ഉദാഹരണങ്ങൾ നോക്കാം. I go. ഞാൻ പോകുന്നു. I drink. ഞാൻ കുടിക്കുന്നു. You go. നിങ്ങൾ പോകുന്നു. You drink. നിങ്ങൾ കുടിക്കുന്നു. He goes. അവൻ പോകുന്നു. He drinks. അവൻ കുടിക്കുന്നു. She goes. അവൾ പോകുന്നു. She drinks. അവൾ കുടിക്കുന്നു. We go. ഞങ്ങൾ പോകുന്നു. We drink. ഞങ്ങൾ കുടിക്കുന്നു. They go. അവർ പോകുന്നു. They drink. അവർ കുടിക്കുന്നു. A statement can be negated using not. ക്രിയയുടെ മുന്നിൽ പ്രതികൂലമായി ഉപയോഗിക്കേണ്ടവ. Let us see some examples. ഈ ഉദാഹരണങ്ങൾ നോക്കാം. I do not go. ഞാൻ പോകുന്നില്ല. I do not drink. ഞാൻ കുടിക്കുന്നില്ല. You do not go. നീ പോകുന്നില്ല. You do not drink. നീ കുടിക്കുന്നില്ല. He does not go. അവൻ പോകുന്നില്ല. He does not drink. അവൻ കുടിക്കുന്നില്ല. She does not go. അവൾ പോകുന്നില്ല. She does not drink. അവൾ കുടിക്കുന്നില്ല. We do not go. ഞങ്ങൾ പോകുന്നില്ല. We do not drink. ഞങ്ങൾ കുടിക്കുന്നില്ല. They do not go. അവർ പോകുന്നില്ല. They do not drink. അവർ കുടിക്കുന്നില്ല. Question words. ചോദ്യവാക്കുകൾ. Till now, we have learned how to make sentences. In this lesson, we will learn how to frame questions and also how to answer them. ഇതുവരെ നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കുവാൻ പഠിച്ചു. ഈ പാഠത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അവയ്ക്കുത്തരം നൽകുന്നതും എങ്ങനെയാണെന്ന് നോക്കാം. For making a question, we use the following question words. ചോദ്യങ്ങൾ ചോദിക്കാൻ നാം ഈ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു. What? എന്ത്? When? എപ്പോൾ? How? എങ്ങനെ? Where? എവിടെ? Why? എന്തുകൊണ്ട്? Whom? ആർക്ക്? How much? എത്ര? Who? ആര്? For answering a question, we use the following connecting words. താഴെ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. So. അതുകൊണ്ട്. Because. കാരണം.
When? എപ്പോൾ, At that time. ആ സമയത്ത്, Now. ഇപ്പോൾ. Look at the following sample questions. ഇതാ ഏതാനും ചോദ്യങ്ങൾ. Does he write a letter? അവൻ കത്തെഴുതാറുണ്ടോ? Where is his brother? എവിടെയാണ് അവന്റെ സഹോദരൻ? What is your name? എന്താണ് നിങ്ങളുടെ പേര്? When do you play? എപ്പോഴാണ് നിങ്ങൾ കളിക്കുക? How does he go home? എങ്ങനെയാണ് അവൻ വീട്ടിലേക്ക് പോവുക? Who sells this book? ആരാണ് ഈ പുസ്തകം വിൽക്കുന്നത്? The general guidelines for answering the above questions are: replace the question word with the answer word, keeping the remaining part of the sentence same. ചോദ്യപദങ്ങൾക്ക് പകരം ഉത്തരപദങ്ങൾ ഉപയോഗിക്കൂ. വാക്യത്തിന്റെ ബാക്കി അതുപോലെ തന്നെ ആയിരിക്കണം. These guidelines will be more clear when we look at the answers to the above questions. മുകളിൽ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ഈ മാർഗനിർദ്ദേശം കൂടുതൽ ഉപകരിക്കും. ഉണ്ട്, അവനൊരു കത്തെഴുതുന്നുണ്ട്. അവന്റെ സഹോദരൻ ചെന്നൈയിലാണ്. എന്റെ പേര് മിനി എന്നാണ്. ഞാൻ രാവിലെ കളിക്കും. അവൻ ബസ്സിലാണ് വീട്ടിലേക്ക് പോവുക. മോഹനാണ് ഈ പുസ്തകം വിൽക്കുന്നത്. New words in this lesson: ഈ പാഠത്തിലെ പുതിയ വാക്കുകൾ: letter, കത്ത്, brother, സഹോദരൻ, morning, രാവിലെ, sell, വിൽക്കുക, red, ചുവപ്പ്, color, നിറം, flower. പൂ. Future tense: ഭാവികാലം. how do we change from the present tense to the future tense? Sometimes many things are required to be told as happenings or actions in the future. Therefore, it is important to change the tense while making such statements. വർത്തമാനകാല വാചകങ്ങൾ എങ്ങനെയാണ് ഭാവികാലമാക്കി മാറ്റുക? പലപ്പോഴും ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് കാലത്തെ മാറ്റണം. മലയാളത്തിൽ കാലത്തെ മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. Example: he goes to school. അവൻ സ്കൂളിലേക്ക് പോകുന്നു. വർത്തമാനകാലം. He will go to school. അവൻ സ്കൂളിലേക്ക് പോകും. ഭാവികാലം. Let us see some examples how to change present into future. വർത്തമാനകാലം ഭാവികാലമാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനുള്ള ചില ഉദാഹരണങ്ങൾ. I go. ഞാൻ പോകുന്നു. I shall go. ഞാൻ പോകും. I drink. ഞാൻ കുടിക്കുന്നു. I shall drink. ഞാൻ കുടിക്കും. You go. നീ പോകുന്നു. You will go. നീ പോകും. You drink. നീ കുടിക്കുന്നു. You will drink. നീ കുടിക്കും. He goes. അവൻ പോകുന്നു. He will go. അവൻ പോകും. He drinks. അവൻ കുടിക്കുന്നു. He will drink. അവൻ കുടിക്കും. She goes. അവൾ പോകുന്നു. She will go. അവൾ പോകും. She drinks. അവൾ കുടിക്കുന്നു. She will drink. അവൾ കുടിക്കും. We go. ഞങ്ങൾ പോകുന്നു. We shall go. ഞങ്ങൾ പോകും. We drink.
ഞങ്ങൾ കുടിക്കുന്നു. We shall drink. ഞങ്ങൾ കുടിക്കും. They go. അവർ പോകുന്നു. They will go. അവർ പോകും. They drink. അവർ കുടിക്കുന്നു. They will drink. അവർ കുടിക്കും. Connecting words. കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ. In this unit, we will learn about connecting words. They connect two units in a sentence and specify the relationship between them. ഈ പാഠത്തിൽ നമുക്ക് ബന്ധിപ്പിക്കുന്ന വാക്കുകൾ പഠിക്കാം. ഇവ ഒരു വാചകത്തിലെ 2 യൂണിറ്റുകളെ ബന്ധിപ്പിച്ച് അവയ്ക്ക് തമ്മിലുള്ള ബന്ധത്തെ വേറിട്ട് കാണിക്കുന്നു. They are as follows. For, വേണ്ടി. for, by, with. ഇൽ നിന്ന്, ഇൽ, കൊണ്ട്. In, ഉള്ളിൽ, outside. പുറമേ, Above and over. മുകളിൽ, Under and below. താഴെ, Beside. അരികിൽ, Between. ഇടയ്ക്ക്, Behind. പുറകിൽ, In front. മുന്നിൽ, And, or. അഥവാ. Now we shall learn how to use these words. ഈ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. For is used to connect activity with the noun or pronoun. വേണ്ടി സർവനാമത്തിന്റെയും നാമത്തിന്റെയും കൂടെ ക്രിയയെ ബന്ധിപ്പിക്കുന്നു. I bought some flowers for you. ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് പൂക്കൾ വാങ്ങിയിട്ടുണ്ട്. From, by, with is used to talk about instruments used to perform actions. I write with a pen. ഞാൻ പേന കൊണ്ടാണ് എഴുതുന്നത്. Sunil goes to office by car. സുനിൽ കാറിലാണ് ഓഫീസിലേക്ക് പോകാറ്. You collect notebooks from students. നിങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് പുസ്തകം ശേഖരിക്കണം. In, at connects the noun or pronoun with the place. ഇൻ നാമത്തെയും സർവനാമത്തെയും സ്ഥലവുമായി ചേർക്കുന്നു. Father is at home. അച്ഛൻ വീട്ടിലുണ്ട്. Books are in the almirah. പുസ്തകങ്ങൾ അലമാരിയിലാണ്. A film is running on TV. ടിവിയിൽ പടം ഓടുന്നുണ്ട്. Outside. This connects noun or pronoun with place. പുറമേ സ്ഥലവുമായി നാമത്തെയും സർവനാമത്തെയും ബന്ധിക്കുന്നു. We are going outside. ഞങ്ങൾ പുറത്തു പോകുന്നു. It is raining outside. പുറത്ത് മഴ പെയ്യുന്നു. Above and over, under and below. They are used to talk about relative positions of objects. മുകളിൽ. ഈ വാക്കുകൾ ഒരു വസ്തുവിന്റെ സ്ഥാനത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്നു. Above or over can be used to mean higher than. The books are over the table. പുസ്തകം മേശയുടെ മുകളിലുണ്ട്. Ram's wallet is over the TV. രാമിന്റെ പേഴ്സ് ടിവിയുടെ മുകളിലുണ്ട്. Under or below can be used to mean lower than. താഴെ. The books are under or below the table. പുസ്തകങ്ങൾ മേശയുടെ അടിയിലാണ്. Ram's wallet is below the TV. റാമിന്റെ പേഴ്സ് ടിവിയുടെ അടിയിലാണ്. Beside. അരികിൽ. There is a river beside the temple.
അമ്പലത്തിന്റെ അരികിലൊരു പുഴയുണ്ട്. In between. ഇടയ്ക്ക്. Between is used to relate something or someone, usually with two things or persons. എന്തിനെയെങ്കിലും ആരെയെങ്കിലും ചിലപ്പോൾ രണ്ട് സാധനങ്ങളുടെയോ വ്യക്തികളുടെയോ ഇടയിൽ ഉപയോഗിക്കുന്നു. Amina was sitting between a man and his brother. ആമിന ആമന്റെയും അവന്റെ ജ്യേഷ്ഠന്റെയും ഇടയിലിരിക്കുകയായിരുന്നു. Behind. പുറകിൽ. Here we show the back position. ഇത് പുറകിലുള്ളതിനെ കുറിക്കുന്നു. Piyush parks his bike behind the door. പീയൂഷ് കതകിന്റെ പുറകിൽ അയാളുടെ ബൈക്ക് നിർത്തുന്നു. In front. Here we show the front position. മുന്നിൽ. ഇത് മുൻസ്ഥാനത്തെ കാണിക്കുന്നു. There is a garden in front of my house. എന്റെ വീടിന് മുൻപിലൊരു തോട്ടമുണ്ട്. And here we show something together. കൂടെ. ഇത് രണ്ടെണ്ണത്തെ കൂട്ടിച്ചേർക്കുന്നു. Ram and Sita. രാമനും സീതയും. Tea and samosa. ചായയും സമോസയും. Or here we show choice. അഥവാ ഇത് തിരഞ്ഞെടുക്കലിനെ കാണിക്കുന്നു. Tea or coffee. ചായയോ കാപ്പിയോ. These words are used to show the relationship between two persons or things. ഇനി പറയുന്ന വാക്കുകൾ രണ്ട് വ്യക്തികളുടെയോ വസ്തുക്കളുടെയോ ബന്ധത്തെ കാണിക്കുന്നു. Lakshman is Ram's brother. ലക്ഷ്മണൻ രാമന്റെ സഹോദരനാണ്. Sita has one brother. സീതയ്ക്ക് ഒരു സഹോദരനുണ്ട്. Ram has 4 brothers. രാമിന് 4 സഹോദരന്മാരുണ്ട്. Sita has 1 brother and 1 sister. സീതയ്ക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയുമുണ്ട്. Sita is Ram's wife. സീത രാമന്റെ ഭാര്യയാണ്. Sita has 1 sister and 1 brother. സീതയ്ക്ക് ഒരു സഹോദരിയും ഒരു സഹോദരനുമുണ്ട്. Have a look at some more examples. ഇനിയും ചില ഉദാഹരണങ്ങൾ. Mother's pen. അമ്മയുടെ പേന. Sheila's house. ഷീലയുടെ വീട്. College of Commerce. വാണിജ്യ കോളേജ്. Rose flower. റോസാപുഷ്പം. Grandmother's book. അമ്മുമ്മയുടെ പുസ്തകം. Past tense. ഭൂതകാലം. Let's now see how to express incidents and actions that had taken place in the past. To express a past action, we use the past tense verb or adjective. In the earlier lessons, we have already learned how to change a verb or action word to the past tense. കഴിഞ്ഞുപോയ സംഭവങ്ങളെയും പ്രവൃത്തികളെയും കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് നോക്കാം. For example, he goes to school. വർത്തമാനകാലം. അവൻ സ്കൂളിലേക്ക് പോകുന്നു. He went to school. ഭൂതകാലം. അവൻ സ്കൂളിലേക്ക് പോയി. Now we shall study how to use the verb according to the noun or pronoun. ഇനി നാമത്തിന്റെയും സർവനാമത്തിന്റെയും കൂടെ ക്രിയാപദം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. I, ഞാൻ, you, നിങ്ങൾ, he, she, അവൻ, അവൾ, we, നാം, they. അവർ. Let us see some examples of how to change present into past. വർത്തമാനകാലത്തെ ഭൂതകാലമാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. I go. ഞാൻ പോകുന്നു. I went.
ഞാൻ പോയി. I drink. ഞാൻ കുടിക്കുന്നു. I drank. ഞാൻ കുടിച്ചു. You go. നിങ്ങൾ പോകുന്നു. You went. നിങ്ങൾ പോയി. You drink. നിങ്ങൾ കുടിക്കുന്നു. You drank. നിങ്ങൾ കുടിച്ചു. He goes. അവൻ പോകുന്നു. He went. അവൻ പോയി. He drinks. അവൻ കുടിക്കുന്നു. He drank. അവൻ കുടിച്ചു. She goes. അവൾ പോകുന്നു. She went. അവൾ പോയി. She drinks. അവൾ കുടിക്കുന്നു. She drank. അവൾ കുടിച്ചു. We go. ഞങ്ങൾ പോകുന്നു. We went. ഞങ്ങൾ പോയി. We drink. ഞങ്ങൾ കുടിക്കുന്നു. We drank. ഞങ്ങൾ കുടിച്ചു. They go. അവർ പോകുന്നു. They went. അവർ പോയി. They drink. അവർ കുടിക്കുന്നു. They drank. അവർ കുടിച്ചു. You would like to know some more examples. ഈ ഉദാഹരണങ്ങൾ കൂടുതൽ വ്യക്തമാക്കും. He went to school. അവൻ സ്കൂളിലേക്ക് പോയി. Smita kept the book on the table. സ്മിത പുസ്തകം മേശപ്പുറത്ത് വച്ചു. I paid him 100 rupees. ഞാൻ അവന് 100 രൂപ കൊടുത്തു. Kanchan read a story. കഞ്ചൻ ഒരു കഥ വായിച്ചു. Prasun laughed at you. പ്രസുൻ നിങ്ങളെ നോക്കി ചിരിച്ചു. Lekha asked me some questions. ലേഖ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. I thought he would not come. അവൻ വരില്ലെന്ന് ഞാൻ കരുതി. We did not win the match. ഞങ്ങൾ മാച്ച് ജയിച്ചില്ല. Pankuri did not live in the hostel. പങ്കുരി ഹോസ്റ്റലിൽ താമസിച്ചിട്ടില്ല. When did you write the story? നിങ്ങൾ എപ്പോഴാണ് കഥ എഴുതിയത്? New words in this lesson. Laughed. ചിരിച്ചു. Thought. ചിന്ത. Win. വിജയം. Live. താമസിക്കുക. Here. ഇവിടെ. Bought. വാങ്ങി. Felt. തോന്നി. Sorry. ക്ഷമിക്കണം. Search. അന്വേഷിക്കൽ. Everywhere. എല്ലായിടവും. Reached. എത്തി. Last night. ഇന്നലെ രാത്രി. Put on. ധരിക്കുക. Tried. ശ്രമിച്ചു. Best. ഏറ്റവും നല്ലത്. Statement sentences. പ്രസ്താവനാവാചകങ്ങൾ. Many times we use simple sentences to state about any person or ourselves. These are called statement sentences. ഒരാളെക്കുറിച്ചോ നമ്മെക്കുറിച്ചോ പറയാൻ പലപ്പോഴും നാം ലളിതമായ വാചകങ്ങൾ ഉപയോഗിക്കും. ഇതിനെ പ്രസ്താവനാവാചകങ്ങൾ എന്ന് പറയുന്നു. To make these type of sentences, we need only the helping verb. ഇത്തരം വാചകങ്ങൾ ഉണ്ടാക്കാൻ നമുക്കൊരു സഹായക ക്രിയ ആവശ്യമാണ്. Look at some examples. ഉദാഹരണം:
My name is Anita. എന്റെ പേര് അനീത എന്നാണ്. This is a flower. ഇതൊരു പൂവാണ്. That is Rohan's house. അത് രോഹന്റെ വീടാണ്. There is a big function in my school. എന്റെ സ്കൂളിൽ ഒരു വലിയ ആഘോഷമുണ്ട്. Sonia Gandhi is an intelligent woman. സോണിയാഗാന്ധി ബുദ്ധിമതിയായ ഒരു സ്ത്രീയാണ്. My hometown is Indore. എന്റെ നാട് ഇൻഡോറാണ്. My daughter's friend is very beautiful. എന്റെ മകളുടെ കൂട്ടുകാരി വളരെ സുന്ദരിയാണ്. Your work is nice. നിങ്ങളുടെ ജോലി നന്നായിട്ടുണ്ട്. He has 4 brothers. അവന് 4 സഹോദരന്മാരുണ്ട്. I have no time. എനിക്ക് തീരെ സമയമില്ല. When we want to give a statement about the future or the past, we apply the same procedure, except that the appropriate change needs to be made in the helping verbs too. ഭാവിയെക്കുറിച്ചോ ഭൂതകാലത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ ഇതേ മുറ തന്നെയാണ് ഉപയോഗിക്കുക. ക്രിയയിൽ മാത്രം മാറ്റങ്ങളുണ്ടാവും. Look at some examples. ഉദാഹരണം: My job will be in Delhi. എന്റെ ജോലി ഡൽഹിയിലായിരിക്കും. There was a beautiful flower vase in the gift shop. ഗിഫ്റ്റ് ഷോപ്പിൽ ഒരു നല്ല പൂപാത്രം ഉണ്ടായിരുന്നു. Your program was too good. നിങ്ങളുടെ പരിപാടി വളരെ നന്നായിരുന്നു. This is a palace. After 4 years, it will be a good hotel. ഇതൊരു കൊട്ടാരമാണ്. 4 വർഷം കഴിഞ്ഞാൽ ഇതൊരു നല്ല ഹോട്ടലാവും. Ashoka was a king. അശോക ഒരു രാജാവായിരുന്നു. Sometimes we need to express compulsive activities like, I have to study. You have to attend the meeting. He had to go to Bombay. They will have to play. ചിലപ്പോൾ നമുക്ക് നിർബന്ധപൂർവമായ ക്രിയകൾ പറയേണ്ടി വരും. മലയാളത്തിൽ നാം പ്രധാന ക്രിയയോടൊത്ത് യഥോചിതമായ സഹായക്രിയകൾ ഒരു വാചകത്തിലെ കാലങ്ങൾ അനുസരിച്ച് ഉപയോഗിക്കും. In these sentences, we use have to, present, had to, past, will have to, future. Let us do some exercises. ഉദാഹരണം: ഞാൻ പഠിച്ചേ തീരൂ. നീ മീറ്റിംഗിൽ പങ്കെടുത്തേ പറ്റൂ. അയാൾക്ക് ബോംബെയിലേക്ക് പോകേണ്ടി വന്നു. അവർ കളിച്ചേ തീരൂ. New words list. പുതിയ വാക്കുകൾ: Function, ആഘോഷം, flower vase, പൂപാത്രം, big, വലിയ, response, പ്രതികരണം, intelligent, ബുദ്ധിശാലി, dream, സ്വപ്നം, hometown, നാട്, interview, ഇന്റർവ്യൂ, time, സമയം, finish. അവസാനം. പാഠം 9. In this lesson, we shall learn to convert the action words or the verbs to give us the present continuous words or sentences. That is, we can express the current happening in past and future tense based statements. We now saw this in the present tense. To say this in the past and future tense, we have to change the same thing using the above said action words as explained. ഇതുവരെ നമ്മൾ ഉ, ഉം എന്നിവ പ്രധാന ക്രിയയായി ഉപയോഗിക്കുന്നതെങ്ങനെയെന്ന് പഠിച്ചു. ഈ പാഠത്തിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയയെക്കുറിച്ച് പഠിക്കാം. ഇതിന് നമുക്ക് പ്രധാന ക്രിയയുടെ കൂടെ ഉ എന്ന് ചേർക്കേണ്ടി വരും. For example, ഉദാഹരണം: I am eating mango. ഞാൻ മാങ്ങ തിന്നുന്നു. He is going to school. അവൻ സ്കൂളിൽ പോകുന്നു.
You are playing a game. നീ ഒരു കളി കളിക്കുന്നു. We are watching a film. ഞങ്ങൾ സിനിമ കാണുന്നു. With the word no, we can create counteractive or reactive statements. ക്രിയയുടെ മുന്നിൽ പ്രതികൂലമായി ഉപയോഗിക്കേണ്ടവ. I am not eating mango. ഞാൻ മാങ്ങ തിന്നുന്നില്ല. He is not going to school. അവൻ സ്കൂളിലേക്ക് പോകുന്നില്ല. Are you not playing? നീ കളിക്കുന്നില്ലേ? We are not watching the film. ഞങ്ങൾ സിനിമ കാണുന്നില്ല. Lata is not singing a song. ലത ഒരു പാട്ട് പാടുന്നില്ല. The following examples will clarify more. ഈ ഉദാഹരണങ്ങൾ കൂടുതൽ വ്യക്തമാക്കും. An old man is selling mangoes. വൃദ്ധൻ മാങ്ങ വിൽക്കുന്നു. The children are swimming. കുട്ടികൾ നീന്തുന്നു. Meera is watching TV. മീര ടിവി കാണുന്നു. Mohan is not running fast. മോഹൻ വേഗം ഓടുന്നില്ല. Are you reading a book? നിങ്ങൾ ഒരു പുസ്തകം വായിക്കുകയാണോ? Ram will be going to Delhi. രാമൻ ഡൽഹിയിലേക്ക് പോകും. Minnie was singing a song. മിനി ഒരു പാട്ട് പാടുകയായിരുന്നു. They were sleeping. അവർ ഉറങ്ങുകയായിരുന്നു. He will be completing the job tomorrow. അവൻ ജോലി നാളെ പൂർത്തിയാക്കും. She will be cooking food. അവൾ ആഹാരം പാചകം ചെയ്യും. New words list. പുതിയ വാക്കുകൾ. Swim, നീന്തൽ, work, ജോലി, haste, ധൃതി, bath. കുളി. പാഠം 10. In this lesson, let us see how a completed action can be added to the first person to form a sentence. Moreover, we shall also see how to mark all the 3 timings, that is, past, present and the future tense. ഒരു നിശ്ചിത പ്രവൃത്തി ഒരു നിശ്ചിത സമയത്ത് മുഴുവനായതിനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞു എന്ന് ചേർക്കും. Let us look at some examples. ഈ ഉദാഹരണങ്ങൾ നോക്കാം. I have eaten my food. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. Have a look at the examples. Present, വർത്തമാനകാലം. present perfect. I go, ഞാൻ പോകുന്നു. I have gone. ഞാൻ പോയി കഴിഞ്ഞിരിക്കുന്നു. I drink, ഞാൻ കുടിക്കുന്നു. I have drunk. ഞാൻ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. You go, നിങ്ങൾ പോകുന്നു. you have gone. നിങ്ങൾ പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. You drink, നിങ്ങൾ കുടിക്കുന്നു. you have drunk. നിങ്ങൾ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. He goes, അവൻ പോകുന്നു. he has gone. അവൻ പോയി കഴിഞ്ഞിരിക്കുന്നു. He drinks, അവൻ കുടിക്കുന്നു. he has drunk. അവൻ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. She goes, അവൾ പോകുന്നു. she has gone. അവൾ പോയി കഴിഞ്ഞിരിക്കുന്നു. She drinks, അവൾ കുടിക്കുന്നു. she has drunk. അവൾ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. We go, ഞങ്ങൾ പോകുന്നു. we have gone. ഞങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു. We drink, ഞങ്ങൾ കുടിക്കുന്നു. we have drunk. ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. They go, അവർ പോകുന്നു. they have gone. അവർ പോയി കഴിഞ്ഞിരിക്കുന്നു.
They drink. അവർ കുടിക്കുന്നു. They have drunk. അവർ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു. To mark such changes in the past tense and future tense, we need to say it to mean work is completed or work will surely be completed. Example, I ate food. It is required to use similar changes in those sentences to mark the periodicity. ഇതുപോലെ തന്നെയാണ് ഭൂതകാലത്തിലും ഭാവികാലത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഭൂതകാലത്ത് ക്രിയ മുഴുമിപ്പിച്ചതിനെയും ഭാവികാലത്ത് മുഴുമിപ്പിക്കുന്നതിനെയും കാണിക്കുന്നു. ഭൂതകാലത്തെയോ ഭാവികാലത്തെയോ കുറിക്കുന്ന വാചകങ്ങളെ സമയത്തെ കാണിക്കുന്ന പദങ്ങളിൽ തുടരുന്നതാണ്. When I reached the station, the train had gone. ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും തീവണ്ടി പോയിരുന്നു. He will have reached Chennai at 8 o'clock. അവൻ 8 മണിക്ക് ചെന്നൈയിൽ എത്തിയിട്ടുണ്ടാവണം. Let us now learn few examples that mark the past and future tense. ഇനി ചില ഉദാഹരണങ്ങൾ നോക്കാം. When I reached, Lata had sung. ഞാൻ ചെന്നപ്പോഴേക്കും ലത പാടിക്കഴിഞ്ഞിരുന്നു. When you come, I shall have reached home. നീ വരുമ്പോൾ ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ടാകും. When you rang, I had gone to the market. നീ വിളിച്ചപ്പോൾ ഞാൻ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. പോസ്റ്റ് ഓഫീസിലേക്ക് എങ്ങനെയാണ് പോവേണ്ടതെന്ന് കാണിക്കാമോ? ഇവിടുന്ന് നേരെ പോണം. പോസ്റ്റ് ഓഫീസ് ബാങ്കിന്റെ മുമ്പിലാണ്. ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ടാകും? കൂടുതലില്ല, 10 മിനിറ്റ് കൊണ്ടെത്താം. ഞാൻ ഈ സ്ഥലത്ത് പുതിയതാ. ഇവിടെ നിന്ന് ബസ് ഉണ്ടാകുമോ? ഇല്ല, അങ്ങോട്ട് പോവാൻ ബസ് വേണ്ട, ഒരു ഓട്ടോ പിടിച്ചാ മതി. ഓട്ടോ എത്രയാണ് ചാർജ് ചെയ്യുക? 15 രൂപയായിരിക്കും. ആ മൂലയ്ക്ക് ചെന്നാ ഓട്ടോ കിട്ടും. നന്ദി സർ. ഓക്കെ, ബൈ. ഹലോ സർ, ഇത് റെയിൽവേ എൻക്വയറി ആണോ? അതെ. ഇവിടെ നിന്ന് ചെന്നൈക്ക് എക്സ്പ്രസ് ഏതൊക്കെ ദിവസമാണ് ഉണ്ടാവുക എന്ന് പറയാമോ? ആഴ്ചയിൽ 5 ദിവസമുണ്ട്. എത്ര മണിക്കാണ് ഇവിടെ നിന്ന് പുറപ്പെടുക? രാത്രി 10:30 മണിക്കാണ് പുറപ്പെടാറ്. അത് വിജയവാഡയിൽ നിർത്തുമോ? ഉവ്, വിജയവാഡയിൽ സ്റ്റോപ്പുണ്ട്. എത്ര മണിക്കാണ് വിജയവാഡയിലെത്തുക? വൈകുന്നേരം 4:20 വിജയവാഡയിലെത്തും. 5 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിവരം അറിയാനുണ്ടോ? ഇല്ല, നന്ദി. ക്ഷമിക്കണം, ഈ സിറ്റിയിൽ കുറഞ്ഞ വാടകയ്ക്ക് എവിടെയെങ്കിലും ഹോട്ടൽ കിട്ടാനുണ്ടോ എന്ന് പറയാമോ? ഉണ്ട്, വിഷ്ണുപ്രിയ നല്ല ഹോട്ടലാണ്. എന്താണ് അവിടുത്തെ വാടക? ഒരു ദിവസത്തിന് 400 രൂപയാവും. വേണ്ട, അത് വളരെ അധികമാണ്. വേറെ ഏതെങ്കിലും ഹോട്ടലുണ്ടോ? ഇവിടുന്ന് 2 കിലോമീറ്റർ അകലെ ഒരു ഹോട്ടലുണ്ട്. അവർ ഒരു ദിവസത്തിന് 150-200 ആണ് ചാർജ് ചെയ്യുന്നത്. ആ ഹോട്ടൽ നന്നായിരിക്കുമോ? അതെ, നന്നായിരിക്കും. അത് ശരിയായിരിക്കുമെന്ന് തോന്നുന്നു. അവിടെ ഞങ്ങൾക്ക് മുറി കിട്ടുമോ? അത് നിങ്ങൾ പോയി അന്വേഷിക്കേണ്ടി വരും. ശരി, ഞങ്ങൾ പോയി അന്വേഷിച്ചോളാം. നന്ദി.